ചോദ്യം നമ്പർ 94 ശ്രീ ലിൻഡോ ജോസഫ്, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി. മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി. ശ്രീ ലിൻഡോ ജോസഫ്. സാർ, നാടിന്റെ വികസനത്തെ തടയുക എന്നത് മാത്രമായി പ്രതിപക്ഷത്തിന്റെ നിലപാട് ചുരുങ്ങുകയാണ് സാർ. സാർ, നാട്ടിലെ സാധാരണക്കാരുടെ വിഷയം ഉന്നയിക്കാനുള്ള അവസരത്തെ എല്ലാ ദിവസവും ഇങ്ങനെ ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് സാർ. സാർ, ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടുകൊണ്ട് മാത്രമാണ് സാർ. ഈ പദ്ധതിയെ എതിർക്കുമെന്നതായിരുന്നു സാർ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് സാർ. സാർ, എന്റെ ചോദ്യം, ഈ LDF സർക്കാർ വന്നതിന് ശേഷം 2734 കോടി രൂപ മുടക്കി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുകയാണ് സാർ. സാർ, ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പദ്ധതി ആരംഭിക്കുന്ന മറിപ്പുഴയിൽ നിന്ന്, ആനക്കാമ്പൽ മറിപ്പുഴയിൽ നിന്ന് ദേശീയപാതയുമായി കണക്ട് ചെയ്യാനുള്ള റോഡിന്റെ അലൈൻമെന്റ് എപ്രകാരമാണ്? ദേശീയപാതയുമായി കണക്ട് ചെയ്യാൻ എന്തെല്ലാം പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്ന് വിശദമാക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജനതയുടെ സ്വപ്നമാണ് സർ. എത്ര പതിറ്റാണ്ടുകളായിട്ട് ഒരു ജനത ആഗ്രഹിക്കുന്നതാണ് സർ ഇങ്ങനെ ഒരു പാത അവർക്ക് വേണം എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ നടത്തിയ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സാർ അവിടെ ഇപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് അനുവദിച്ചതും ഈ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ സാർ, നമ്മളൊരു കാര്യം കാണണം. ഒരു കാരണവശാലും ഈ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഒരു ജനതയുടെ സ്വപ്നത്തിനെതിരായി നിന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം സാർ. സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും, ആളുകളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നാടിന്റെ വികസനത്തിനെതിരായി നിൽക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിനെ എതിർത്തതാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടും ഉണ്ട് സാർ. സാർ, അവിടെ നമ്മുടെ ഈ തുരങ്കപാത, കോഴിക്കോട് വയനാട് തുരങ്കപാത സാർ, കുന്നമംഗലം, അഗസ്ത്യമൂഴി, തിരുവമ്പാടി, ആനക്കാംപൊയിൽ, മരിപ്പുഴ, കള്ളാടി, മേപ്പാടി, കൽപ്പറ്റ റോഡിനെ ഇതിലെ സംസ്ഥാന ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ 83 ആയി സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. തുരങ്കപാത കൊല്ലങ്കൽ കോഴിക്കോട് ദേശീയപാത NH 766 കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്തും വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തുമായാണ് ബന്ധിക്കപ്പെടുന്നത്. കുന്നമംഗലം മുതൽ അഗസ്ത്യമൂഴി വരെയുള്ള 4 വരി പാതയുടെ അലൈൻമെന്റ് സർക്കാരിന്റെ പരിഗണനയിലാണ്. അത് പരിശോധിച്ച് DPR-ലേക്ക് ഉടൻ തന്നെ കടക്കാനാകും സർ. സർ, ഓഗസ്റ്റ് 31, 2025 ഓഗസ്റ്റ് 31-നാണ് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിവേഗതയിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എൻ്റെ ചോദ്യം സാർ, തുരങ്കം നിർമ്മിക്കുന്ന നിർമ്മാണത്തിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് എപ്പോൾ നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പദ്ധതി എന്നേക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ്, വിശദീകരിക്കാമോ? സാർ, ജനങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കരുത്, ഈ പദ്ധതി തന്നെ നടപ്പാക്കരുത് എന്ന് പറഞ്ഞ് ഇടപെട്ട അതിനുവേണ്ടി നിലകൊണ്ട ചിലരുണ്ട് സാർ. പക്ഷേ അത്തരത്തിലുള്ള പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ നമ്മുടെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. നമ്മളൊരു ടൈം നിശ്ചയിച്ചത് അനുസരിച്ച് തന്നെ ഓരോ ഘട്ടവും പിന്നിട്ടുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ സാർ, ഈ മാസം അവസാനത്തോടെ, ഫെബ്രുവരി അവസാനത്തോടെ ബ്ലാസ്റ്റിംഗിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ പദ്ധതി പൂർണ്ണമായി സജ്ജമാകുന്നത് 2029-ലായിരിക്കും സാർ. ശ്രീ TP രാമകൃഷ്ണൻ. സർ, കേരളത്തിന്റെ ഒരു വികസനവും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ UDF തുടർച്ചയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സഭയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെല്ലാം. ഇത് ജനങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാവി കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തി ആവശ്യമായ നിലപാടുകൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർ, വയനാടിൻ്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തുരങ്കപാത. ഈ വയനാടിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു പ്രശ്നം പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡാണ്. ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിൻ്റെ നിർദ്ദിഷ്ട DPR തയ്യാറാക്കിയിട്ടുണ്ടോ? ഈ റോഡിൻ്റെ DPR-ൽ ടണർ നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പൂഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രവൃത്തിയുടെ പ്രാഥമിക പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രകാരം റോഡിന്റെ ആകെ നീളം 20.918 കിലോമീറ്ററാണ്.
ഇതിൽ 4.675 കിലോമീറ്റർ നീളത്തിൽ ടണൽ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രാഥമിക രൂപരേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് പരിശോധിച്ചു വരുന്നുണ്ട് സർ. സർ, ഈ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിക്കായി ഇതുവരെ സംസ്ഥാന സർക്കാർ 148,58,11,761 രൂപ കിഫ്ബിയിൽ നിന്നും ചെലവഴിച്ചിട്ടുണ്ട് സർ. ഇതിൽ ഭൂമി ഏറ്റെടുക്കലിനായി കൈമാറിയ 77,51,75,443 രൂപയും നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ചെലവഴിച്ച 67,05,00,000 രൂപയും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനായി KSEBിക്ക് കൈമാറിയ 7,36,000 രൂപയും പാരിസ്ഥിതിക ആഘാത പഠനത്തിനായി നൽകിയ 12 ലക്ഷം രൂപയും ഫോറസ്റ്റ് ക്ലിയറൻസിനായി നൽകിയ 3,81,00,000 രൂപയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച വിഷയത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് സർ. ശ്രീ എ രാജ PT റഹീം ചുമതലപ്പെടുത്തിയ പ്രകാരം സർ, ഇടുക്കി ജില്ലയുടെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ ഓരോന്നായി LDF സർക്കാരിലൂടെ യാഥാർത്ഥ്യമാകുകയാണ് സാർ. സാർ, റോഡ് വികസനത്തിലൂടെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, പ്രത്യേക അഭിനന്ദനങ്ങൾ സാർ. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും തുരങ്കപാത നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 10 വർഷക്കാലം കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉണ്ടായ മാറ്റം വിസ്മയകരമാണ് സാർ. സാർ, ഇടുക്കി ജില്ലയിലെ നമ്മളതിൻ്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ സഞ്ചരിക്കുന്നവർക്കറിയാം. ഇനി അവിടെ പോകാത്തവർക്കാണെങ്കിൽ അത് ആളുകൾ തന്നെ, ജനങ്ങൾ തന്നെ എടുത്ത് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ നിരന്തരം അവിടെ പോകുന്നതുമാണല്ലോ സർ. സർ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നല്ല നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് സർ. ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നിർമ്മാണ പദ്ധതികളിൽ തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർ, ഇത്തരത്തിലുള്ള തുരങ്കപാത നടപ്പിലാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സർ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം മിണ്ടാതെ ഇരിക്കുന്നത്. ഒരു കാരണവശാലും തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് സർ ഇവിടെ ഇരിക്കുന്നത്. സർ, സംസ്ഥാന സർക്കാർ ഈ തുരങ്കപാത നിർമ്മിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് സർ. അത് കട്ടപ്പന തേനി തുരങ്കപാതയുടെ നിർമ്മാണം സംബന്ധിച്ചാണ്. അതിൻ്റെ തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിനായി 10 കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. കട്ടപ്പന മുതൽ തേനി വരെ 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് സാർ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ ഒരു തുരങ്കപാതയിലൂടെ ഉണ്ടാകുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒന്ന് മണ്ണിടിഞ്ഞാൽ, ഒരു ശക്തമായ മഴ പെയ്താൽ യാത്ര തടസ്സപ്പെട്ടു പോകുന്ന, വയനാട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് സർ ഇങ്ങനെ തുരങ്കപാത എന്നുള്ളത് നമ്മൾ നേരത്തെ ഇതിനോടകം ഇത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. ജനങ്ങളത് 2 കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു സർ. അതുപോലെ തന്നെയാണ് സർ ഇതുപോലെ മുതൽ തേനി വരെയുള്ള 20 കിലോമീറ്ററോളം യാത്രാലാഭം സാധ്യമാക്കുന്ന ഒരു പദ്ധതിയാണ്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിന്റെ ആകെ വികസന മുന്നേറ്റത്തിന് ഇതിന് സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാട് കോഴിക്കോട് തുരങ്കപാത എതിർത്തതുപോലെ പ്രതിപക്ഷ നേതാവ് ഈ പദ്ധതി എതിർക്കുന്നുണ്ടോ സർ? സർ, അത് സർ ഇത് കേരളം ഇത് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർ. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷത്തിന്റെ കുതന്ത്രങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അതിവേഗതയിൽ പ്രവർത്തനം നടന്നു വരുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേരളത്തിന്റെ വികസനം തന്നെ തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ നിയമസഭയുടെ നടത്തിപ്പ് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന രീതിയിൽ ജനാധിപത്യത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ചോദ്യം ഇതാണ്: തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്? അത് വിലയിരുത്തിയിട്ടുണ്ടോ? അതിനനുസരിച്ച് ആ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? സർ, ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വളരെ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ സാർ ഈ മേഖലയിൽ യാഥാർത്ഥ്യമാകും സാർ. ഇതിന്റെ ഗുണഫലം
നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് സാർ. തീർച്ചയായിട്ടും ആത്യന്തികമായി പ്രഥമമായി ജനങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള വികസന പദ്ധതികൾ, ഇപ്പൊ റോഡ് വികസനങ്ങളൊക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആകുന്ന റോഡുകൾ, ആ മേഖലയിലുള്ള മറ്റു റോഡുകളുടെ വികസനമൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ കിഫ്ബി പദ്ധതികൾക്കൊപ്പം മറ്റു പദ്ധതികളിൽ കൂടി ഇത് ഉൾപ്പെടുത്തി സമീപ റോഡുകൾ ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ശ്രമിക്കുന്നത്. ഈ ഒരു പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സാർ സാമ്പത്തിക രംഗത്ത് വയനാട് തുരങ്കപാത വലിയ ഉണർവാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. കൃഷി ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയവ വിപണികളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിയും. ഗതാഗത ചെലവ് കുറയും. കർഷകർക്ക് മികച്ച വില ലഭിക്കും. ഇതുകൂടാതെ നിർമ്മാണ ഘട്ടത്തിലും തുടർന്ന് അനുബന്ധ ഘട്ടങ്ങളിലും സാർ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും സാർ. അതുകൂടാതെ ഗതാഗതം, റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്കോ ഒക്കെ പോകാൻ വയനാട്ടുകാർ ഇപ്പോൾ താമരശ്ശേരി ചുരത്തെയാണ് ആശ്രയിക്കുന്നത്. വാഹനാപകടങ്ങളും സാങ്കേതിക തകരാറ്, എത്ര മണിക്കൂറാണ് സാർ ചുരത്തിൽ നഷ്ടപ്പെടുന്നത്? എത്ര മണിക്കൂറുകൾ സാർ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഗതാഗത കുരുക്കിനൊക്കെ അത് പരിഹാരമാകും. ഇത് കൂടാതെ സാർ ടൂറിസം മേഖലയ്ക്ക് ഈ പദ്ധതി വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതിന് വർഷം മുഴുവൻ സുരക്ഷിതവും തടസ്സരഹിതവുമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഹോട്ടൽ, ഹോം സ്റ്റേ, ഗൈഡ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് വളർച്ചയുണ്ടാകും. ഇതിലൂടെ പ്രാദേശിക ജനങ്ങളുടെ വരുമാനമാണ് സാർ ആത്യന്തികമായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും സാർ വലിയ വികസനത്തിന് ഈ താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട തുരങ്കപാത കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള യാത്രാക്ലേശവും സാർ വലിയ രീതിയിൽ പരിഹരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഗുണപരമായി ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സാർ ഇത്.